ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എൻലേൺ അക്കാഡമി. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിംസെറ്റിനെ കുറിച്ചാണ്. നിംസെറ്റ് 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിംസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു കോമൺ എൻട്രൻസ് എക്സാം ആണ് ഫോർ MCA, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ MCAക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്തിരിക്കേണ്ട ഒരു എക്സാം ആണ് നിംസെറ്റ് എന്ന് പറയുന്നത്. നിംസെറ്റിൽ നമുക്കറിയാം 11 NITസും അതേപോലെ 2 IIITസും ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ പ്രാവശ്യത്തെ നിംസെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ത്രിച്ചിയാണ്. അതായത് NIT ത്രിച്ചിയാണ് ഈ പ്രാവശ്യത്തെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ദിസ് വീഡിയോ ഇസ് ഫോർ യു ഗൈസ്. അതായത് NIT നോക്കുന്നുണ്ട്, MCA ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ കണ്ടിരിക്കണം. ഇതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരേണ്ടത് nimset.admission.nic.in എന്ന് പറയുന്ന ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഫോർമേഷൻ ബ്രൗഷർ ഉണ്ട്, അതേപോലെ സിലബസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് അവിടെ പറയുന്നുണ്ട്. പിന്നെ സീറ്റ് മെട്രിക്സ് ഓൾമോസ്റ്റ് 1300 സീറ്റ് അവൈലബിൾ ആണ്. അതൊരു റിസർവേഷൻ കാറ്റഗറി അനുസരിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്, മെട്രിക്സ് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫോർ ഇൻഫർമേഷൻ ബ്രൗഷറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ അവരെന്ത് ചെയ്യുന്നുണ്ട് നോക്കിയേ, NIT MCA കോമൺ എൻട്രൻസ് ടെസ്റ്റ്, അതാണ് നിംസെറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഡേറ്റ് എൻട്രൻസ് എക്സാം വരുന്നത് ജൂൺ 6 ആണ് എന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, 2 മണി മുതൽ 4 മണി വരെ ആയിരിക്കും. അതായത് നമുക്കറിയാം 2 hours ആണ് എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പാർട്ടിസിപ്പേറ്റിംഗ് NITസിന്റെയും IIITസിന്റെയും ലോഗോസും കാര്യങ്ങളൊക്കെ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അപ്പോൾ എലിജിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് 60% മാർക്ക് അല്ലെങ്കിൽ 6.5 CGPA, നമ്മുടെ 10 CGPAയിൽ 6.5 CGPA എങ്കിലും വേണം എന്നുള്ളതാണ് ജനറൽ കാറ്റഗറിക്ക്. ഇനി SC ST PWD കാറ്റഗറി ആണെങ്കിൽ അവർക്ക് 55% മാർക്കും അല്ലെങ്കിൽ 6 CGPA വേണം എന്നാണ് പറയുന്നത്. In any UG program of minimum 3 years duration with mathematics or statistics as one of the subject, അതായത് സ്റ്റാറ്റിയോ മാത്സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ UG ടൈമിൽ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കമ്പൽസറി ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് BE അല്ലെങ്കിൽ BTechകാർക്കും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ നോക്കാൻ പോവാണ് ഡേറ്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഓൾറെഡി എന്താണ്, ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3/3/2026 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് നോക്കിയേ, മെയ് 1 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. അപ് ടു 5 PM ആണ്. ഓക്കെ, പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ചെയ്യുന്നത് നോക്കിയേ, 5 അതായത് പിന്നെ മെയ് 5 മുതൽ നമുക്ക് 7 വരെയാണ് എഡിറ്റിങ്ങിനുള്ളൊരു വിൻഡോ ഓപ്പൺ ആയിട്ടിരിക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് ഒക്കെ അവർ പറയുന്നുണ്ട്. 6/6/2026 വരെ ആയിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞു. എക്സാമിന്റെ ഡേറ്റ് അവർ പറഞ്ഞു, അത് നമുക്കറിയാം അല്ലെ, 6/6/2026 എക്സാം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ടെൻറ്റേറ്റീവ് എക്സാമിന്റെ റിസൾട്ട് പറയുന്നുണ്ട്. അതായത് മൺഡേ 2026 എന്നവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ്. പിന്നെ നമ്മുടെ പിന്നെ അലോട്ട്മെന്റ്, ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റ് വരുന്ന ഡേറ്റ്, അതേപോലെ സെക്കൻഡ് തേർഡ് അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഈ ഒരു വെബ്സൈറ്റിൽ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ ഡേറ്റ് കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സീറ്റ് മെട്രിക്സ് ആണ്. അപ്പൊ സീറ്റ് മെട്രിക്സിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും അതേപോലെ അതിൽ വരുന്ന ഏതാണ് OBC SC ST അങ്ങനെ കാറ്റഗറി വൈസ് ആയിട്ട് എങ്ങനെയാണ് സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് എന്ന് കാണാനായിട്ട് പറ്റും. കണ്ടോ, ടോട്ടലായിട്ട് 1300 സീറ്റാണുള്ളത്. സോ ഇതിന്റെ അബ്രിവേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കിയേ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഹൗ ടു അപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഹോമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രജിസ്ട്രേഷൻ ഫോം ഫോർ നിംസെറ്റ് 2026. നമ്മൾ പുതുതായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഓക്കെ, നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്,
അവർ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര്, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രോപ്പർ ആയിരിക്കണം, നിങ്ങളുടെ ജെൻഡർ ഏതാണ്, മൊബൈൽ നമ്പർ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൊബൈൽ നമ്പറും കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇമെയിൽ അഡ്രസ്സ്, റീ എൻ്റർ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് നിങ്ങൾ എഗ്രി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു ക്യാപ്ചയും കൂടെ കൊടുത്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് വരും, നിങ്ങളുടെ ഈ ഒരു ID വരുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പാസ്വേഡും കൂടെ വരും. ഓക്കെ, അങ്ങനെ ആ ഒരു പാസ്വേഡും ID യും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്യുന്നത് നിങ്ങൾ യൂസർ ID അതേപോലെ പാസ്വേഡ് വെച്ചിട്ട് ക്യാപ്ച അടിച്ചിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നോക്കി ആദ്യം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസിൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാകും, നിങ്ങളുടെ പേര് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ പേര് കൊടുക്കുക, പിന്നെ നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ ഏതാ കാറ്റഗറി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ഏതാണോ കാറ്റഗറി എന്നുള്ളത്. അപ്പോൾ EWS എന്ന് പറയുമ്പോൾ പിന്നെ അതായത് ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ എക്കണോമിക്കലി വീക്കറായിട്ട് നിൽക്കുന്ന ആളുകളാണ് EWS കാറ്റഗറിയിൽ വരെ. OBC അല്ലെങ്കിൽ SC/ST ഏത് കാറ്റഗറിയാണോ അത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കൻറ്റ് ഫോട്ടോ ID ചോദിക്കുന്നുണ്ട്. ഇവിടെ പാസ്പോർട്ട്, പാൻ, അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, വാട്ടവർ അതേതാണോ അത് കൊടുക്കുക. പിന്നെ അതിനുശേഷം ആപ്പാർ ID ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ ഇതിന് മുൻപ് പിന്നെ എന്താണ് നിംസെറ്റ് എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ ഡിസബിലിറ്റി ഉള്ള ആളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ലോക്കൽ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കുക. അതാണ് പേഴ്സണൽ ഡീറ്റെയിൽസിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ അക്കാഡമിക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്കൂൾ, 10th ഡീറ്റെയിൽസ്, നിങ്ങളുടെ സ്കൂൾ, അതേപോലെ ബോർഡ് ഓഫ് സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ, നിങ്ങളുടെ ഇയർ ഓഫ് പാസിങ്, പെർസെൻറ്റേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ടൈപ്പ് എത്രയാണോ പെർസെൻറ്റേജ് അത് കൊടുക്കുക. പിന്നെ 12th അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, നിങ്ങളുടെ ഇയർ ഓഫ് പാസിങ്, റിസൾട്ട്, പെർസെൻറ്റേജ് ഈ രീതിയിൽ കൊടുക്കാം. നിങ്ങളുടെ ബാച്ചിലർ ഡിഗ്രിയിൽ അവർ ചോദിക്കുന്നുണ്ട് 3 years ആയിരുന്നില്ലേ മിനിമം എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ മാത്സോ അല്ലെങ്കിൽ സ്റ്റാറ്റിയോ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കമ്പൽസറി ആണ് കേട്ടോ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പിന്നെ ഇപ്പോൾ ഏതാണ് പഠിച്ചിട്ടുള്ളത്, ഇപ്പോൾ BA ആണോ BSc ആണോ അങ്ങനെ ഏതാണ് നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. പാസ് ഔട്ട് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇയർ ഓഫ് പാസിങ്, യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, ആൻഡ് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സിറ്റി, എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന സിറ്റിയുടെ പ്രിഫറൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേരള കൊടുക്കാനായിട്ട് പറ്റും. സോ നമ്മൾ ഇവിടെ കേരളയിൽ നമ്മൾ കോഴിക്കോടാണ് ഓപ്ഷൻ വരുന്നത്. സോ നമ്മൾ അടുത്തത് ഇപ്പോൾ കർണാടക കൊടുത്തു. കർണാടകയിൽ നമുക്ക് മാംഗ്ലൂർ ഉണ്ട് അല്ലെ, മംഗലാപുരം വരുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് സിറ്റീസ് കൊടുക്കാം. 3 cities ആണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുക. അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ വേണം, അതേപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങളുടെ ഫോട്ടോ ID ഇപ്പോൾ ഏതാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, പാസ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ വാട്ടവർ. നിങ്ങളുടെ 10th ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് ചോദിക്കുന്നുണ്ട്, +2 മാർക്ക് ഷീറ്റ് ചോദിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ മാർക്ക് ഷീറ്റ് നിങ്ങളോട് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. സെക്കൻഡ് ഇയർ മാർക്ക് ഷീറ്റ് ഡിഗ്രിയുടേതാണ് ചോദിക്കുന്നത്. തേർഡ് ഇയർ മാർക്ക് ഷീറ്റ് ചോദിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കാറ്റഗറി വൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പേയ്മെൻറ്റ്, അപ്പം ഫീസ് എന്ന് പറയുന്നത് 2500 രൂപയാണ് പേയ്മെന്റ് വരുന്നത്. ആ പേയ്മെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങളുടെ ഡിക്ലറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്യാപ്ച അടിച്ച് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പേയ്മെന്റിലേക്കാണ് പോവുക. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. സോ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അത് കുറച്ച് ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് സിലബസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് അറിയാം എന്താണ് 120 മാർക്കിനായി 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. 1000 മാർക്ക് 1000 മാർക്സിനാണ് വരുന്നത്. അതിൽ നമ്മുടെ റിവൈസ്ഡ് സിലബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതറിയുമെന്ന് വിചാരിക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അറിയുമായിരിക്കും. സോ അവിടെ എന്തുണ്ട്, മാത്തമാറ്റിക്സ് 50 ക്വസ്റ്റ്യൻസ് അവിടെ നിന്നായിരിക്കും ഉണ്ടാവുക. അതിൽ നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് തിയറി ആൻഡ് ലോജിക്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അൾജിബ്ര, അതേപോലെ കോർഡിനേറ്റ്, ജിയോമെട്രി, കാൽക്കുലസ് ഒക്കെ ചോദിക്കുന്നുണ്ട്.
പിന്നെ അനലിറ്റിക്കൽ എബിലിറ്റി ആൻഡ് ലോജിക്കൽ റീസണിങ് 40 ക്വസ്റ്റ്യൻസ് അതിൽ നിന്നുണ്ടാകും. അതേപോലെ കമ്പ്യൂട്ടർ അവയർനെസ് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ജനറൽ ഇംഗ്ലീഷ് 10 ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 1000 മാർക്കിനായിരിക്കും, 2 hours എക്സാം ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് നിംസെറ്റിനെ കുറിച്ച്, എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എല്ലന്റെ മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.